ബാറ്റിംഗിൽ യൂസുഫ് പത്താനും സ്വപ്നിൽ അസ്നോദ്കറും, ബൗളിംഗിൽ സുഹേൽ തൻവീർ, രണ്ടും ചെയ്യാൻ ഷെയ്ൻ വാട്സൺ. എല്ലാം നിയന്ത്രിക്കാൻ തലൈവരുടെ സ്ഥാനത്ത് സാക്ഷാൽ ഷെയ്ൻ വോൺ. 2008 IPL കന്നി സീസണിൽ റോയൽസിൻ്റെ നീലപ്പട തീർത്ത അവിശ്വസനീയ പടയോട്ടത്തിൻ്റെ ഓർമ്മകളിൽ ജീവിക്കുന്നവരാണ് രാജസ്ഥാൻ ആരാധകർ. പക്ഷേ ആദ്യ കിരീടത്തിന് ശേഷം രാജസ്ഥാൻ ഓർക്കാൻ നല്ല ഓർമ്മകളൊന്നുമില്ല. 2022 സഞ്ജു സാംസണിൻ്റെ കീഴിൽ റണ്ണേഴ്സപ്പായത് മാത്രമാണ് പറയാനുള്ള നല്ല നേട്ടം. ഭൂമിശാസ്ത്രപരമായി ഒരു ബന്ധവുമില്ലെങ്കിലും രാജസ്ഥാൻ റോയൽസിനോട് മലയാളികൾക്ക് ഒരു ഇഷ്ടക്കൂടുതലുണ്ട്. സംഘത്തിൻ്റെ കപ്പിത്താനായി സഞ്ജു സാംസൺ ഉള്ളത് കൊണ്ടാണത്. രാജസ്ഥാൻ റോയൽസ് ആ മലയാളി പ്രേമത്തെ നന്നായി ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പരിശോധിച്ചാൽ നമുക്കത് കാണാം. കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെയാണ് പുതു സീസണായി റോയൽസ് ഒരുങ്ങുന്നത്. തൻ്റേതായ ദിവസം ലോകത്തെ ഏതൊരു ബോളറെയും ഏതു പന്തിനെയും തരിപ്പണമാക്കാൻ ശേഷിയുള്ള ജോസ് ബട്ട്ലർ തന്നെയാണ് ടീമിൻ്റെ കരുത്ത്. കൂടെ ഇന്ത്യയുടെ പുതിയ താരോദയം യശസ്വി ജയ്സ്വാളും ചേരുമ്പോൾ ഓപ്പണിംഗ് ഡബിൾ സ്ട്രോങ്. തൊട്ടുപിന്നാലെ സഞ്ജു സാംസൺ, ഷിംറോൺ ഹെറ്റ്മയർ, റോമാൻ പവൽ അടക്കമുള്ള കൂറ്റനടിക്കാർ വേറെയും. ജുറേൽ, റിയാൻ പരാഗ് അടക്കമുള്ളവർ കൂടി ചേരുമ്പോൾ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സന്തുലിതം. ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും കടലാസിൽ അതിശക്തം തന്നെയാണ്. ട്രെൻഡ് ബോൾട്ട് നയിക്കുന്ന പേസ് ഫാക്ടറിയിൽ IPL മികച്ച റെക്കോർഡുള്ള സന്ദീപ് ശർമ്മയും പ്രസീദ് കൃഷ്ണയും ചേരുന്നു. പരിചയസമ്പന്നരായ രവിചന്ദ്രൻ അശ്വിൻ, യുസ്വേന്ദ്ര ചഹൽ, ആദം സാംബ എന്നിവർ അണിനിരക്കുന്ന സ്പിൻ ക്യാമ്പിനെക്കുറിച്ചും ആശങ്കകളൊന്നുമില്ല. വലിയ കൂറ്റനടിക്കാരുള്ള ടീമിൽ ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കുക, ഉത്തരവാദിത്തത്തോടെ നയിക്കുക എന്നീ ഭാരിച്ച ചുമതലയാണ് സഞ്ജുവിന് മുന്നിലുള്ളത്. തൊട്ടുപിന്നാലെ വരുന്ന 2020 ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കണമെങ്കിലും സഞ്ജുവിന് IPL പെർഫോമൻസ് നിർണായകമാണ്. ജുറേൽ, ബട്ട്ലർ എന്നീ 2 വിക്കറ്റ് കീപ്പർമാരുള്ള ടീമിൽ സഞ്ജു കീപ്പിംഗ് ഗ്ലൗ കൂടി അണിയുമോ എന്ന് കണ്ടറിയണം. ശ്രീലങ്കയുടെ ഇതിഹാസ താരം കുമാർ സംഗകാരയാണ് ടീമിന് ഇക്കുറിയും തന്ത്രങ്ങൾ ഓതുന്നത്.